മൂന്തനുണ്ണി അസോസിയേറ്റ്സ് ഡയറക്റ്റ് ചെയ്ത അഭിനവ് സുന്ദർ നായകിൻ്റെ പുതിയ പടമാണ് മോളിവുഡ് ടൈംസ്. ഒരു ആസ്പയറിംഗ് ഫിലിം മേക്കറിൻ്റെ ജേണിയാണ് പടം. സിനിമ ഇൻഡസ്ട്രിയുടെ ഉള്ളിലെ പൊളിറ്റിക്സ്, ഈഗോ, റെക്കഗ്നിഷൻ, പ്രൊഡക്ഷൻ സൈഡിൽ നടക്കുന്ന ചില ക്വസ്റ്റ്യനബിൾ ഡീലിങ്സ്, അതൊക്കെ സെറ്റയറായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്. പ്രൊഡ്യൂസ്ഡ് ബൈ ആഷിഖ് ഉസ്മാൻ, റിട്ടൺ സ്ക്രീൻ പ്ലേ ബൈ രാമു സുനിൽ, മ്യൂസിക് കമ്പോസർ ജെയ്ക്സ് ബിജോയ്, സിനിമാറ്റോഗ്രാഫർ വിശ്വജിത്ത് ഒടുക്കത്തിൽ, എഡിറ്റേഴ്സ് അഭിനവ് സുന്ദർ നായിക്, നിതിൻ രാജ്. സ്റ്റാറിംഗ് നെസ്ലിൻ, സംഗീത് പ്രതാപ് ഉണ്ട്, ഷറഫുദ്ദീൻ ഉണ്ട്, റോഷൻ ഷാനവാസ്, രാജേഷ് മാധവൻ, അൽതാഫ് സലീം, അലക്സാണ്ടർ പ്രശാന്ത്, ഗോപിക രമേശ്, പിന്നെ ജഗദീഷ് ഉണ്ട്. ഹോണസ്റ്റ്ലി മൂന്തനുണ്ണി അസോസിയേറ്റ്സ് കണ്ടപ്പോൾ മലയാളത്തിൽ ഇങ്ങനെ ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നതാണ് ആദ്യം ആലോചിച്ചത്. കാരണം ഇതൊരു ഡിഫറെൻറ്റ് ഫിലിമായിരുന്നു. അത്യാവശ്യം ഡാർക്ക് ഹ്യൂമർ, റിസ്ക് എടുക്കാൻ മടിയില്ലാത്തൊരു ഫിലിം മേക്കിംഗ് ആയിരുന്നു. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, പക്ഷേ എനിക്ക് പേഴ്സണലി ആ പടം ഭയങ്കര ഇഷ്ടമായിരുന്നു. മൂന്തനുണ്ണി അസോസിയേറ്റ്സിന് ഞാനൊരു 9 out of 10 കൊടുക്കും. ആക്ച്വലി ആ സിനിമ റിലീസായപ്പോൾ കുറേ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിരുന്നു. ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നവർക്ക് അത്രയ്ക്ക് കംഫർട്ടബിൾ ആയിരുന്നില്ല ഫിലിം. ഇടവേള ബാബു ഒക്കെ പറഞ്ഞ ഡയലോഗ് നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും. സോ നാച്ചുറലി ഈ ഡയറക്ടർ മലയാളം ഇൻഡസ്ട്രീനെ എങ്ങനെ കാണുന്നതെന്ന് അറിയാനായിട്ട് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് മോളിവുഡ് ടൈംസ് അതിനൊരു ആൻസർ പോലെ തോന്നി. സ്റ്റോറി സിമ്പിളാണ്. ഒരു പയ്യൻ സിനിമ സ്വപ്നമായിട്ട് നടക്കുന്നു, ബെസ്റ്റ് ഫിലിം മേക്കർ ആവണം. ഡ്രീംസ്, സ്ട്രഗിൾസ്, പൊളിറ്റിക്സ്, ഫെയിലിയേഴ്സ്, ഈഗോ, റെക്കഗ്നിഷൻ, പിന്നെ ഇൻഡസ്ട്രിയിൽ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പല കാര്യങ്ങളും. എനിക്ക് തോന്നുന്നത് ഈ ഇൻഡസ്ട്രീനെ കുറിച്ച് ഇത്രയും ഓപ്പൺലി സംസാരിക്കാൻ കുറച്ചൊക്കെ ഒരു കറേജ് വേണം. അതിന് ഡയറക്ടറിനൊരു അപ്രിസിയേഷൻ കൊടുക്കണം. ഈ സിനിമ ഇൻഡസ്ട്രീനെ ഗ്ലാമറൈസ് ചെയ്യാൻ നോക്കുന്നില്ല, അല്ലെങ്കിൽ റൊമാൻറ്റിസൈസ് ചെയ്യാൻ നോക്കുന്നില്ല. നമ്മൾ പുറത്തുനിന്ന് കാണുന്നത് ഈ സക്സസ് സ്റ്റോറീസാണ്. പോസ്റ്ററുകൾ, ഓഡിയോ ലോഞ്ചുകൾ, അവാർഡ് ഫങ്ഷൻസ്, ബോക്സ് ഓഫീസ് നമ്പേഴ്സ്. പക്ഷേ ഈ പടം അതിൻ്റെ ബാക്ക് സ്റ്റേജിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മണി എവിടെ നിന്ന് വരുന്നു, ആരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ബിസിനസ് സൈഡ് എന്താണ്, എസ്പെഷ്യലി ഈ പ്രൊഡക്ഷൻ സൈഡിൻ്റെ ഫിനാൻഷ്യൽ ഡീലിങ്സിനെ കുറിച്ചുള്ള പോർഷൻസൊക്കെ. അതൊക്കെ കുറച്ച് പേരെ അൺകംഫർട്ടബിൾ ആക്കിയിട്ടുണ്ടാവും. എന്തായാലും സിനിമ എന്ന് പറയുന്ന ഒരു ആർട്ട് മാത്രമല്ല, അതൊരു ബിസിനസ്സും കൂടിയാണല്ലോ. സംടൈംസ് ബിസിനസ് ചിലപ്പോൾ ആർട്ടിനേക്കാൾ ഡ്രമാറ്റിക് ആയിരിക്കും. അഭിനവ് സുന്ദർ നായകിനെ കുറിച്ച് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, പുള്ളി കൺവെൻഷണൽ ഫിലിം മേക്കിംഗ് ഫോളോ ചെയ്യുന്ന ആളല്ല, ഫോർമുലകൾ നോക്കുന്ന ആളല്ല. പുള്ളിക്ക് സ്വന്തമായിട്ടൊരു ലാംഗ്വേജ് ഉണ്ട്. മുകുന്ദനുണ്ണി കണ്ടവർക്കത് മനസ്സിലാവും. ഇതിലും ഒരു സെയിം നറേഷൻ സ്റ്റൈലാണ്, സെയിം സർക്കാസം, സെയിം സറ്റൈരിക്കൽ ഒബ്സർവേഷൻസ്. പക്ഷേ മോളിവുഡ് ടൈംസ് അത് അത്രയ്ക്ക് ഡാർക്കല്ല. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സിനിമയുടെ ഉള്ളിലെ സിനിമയാണ്. ഡയറക്ടറിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഒരു ഫസ്റ്റ് സീൻ തൊട്ടേ കാണാൻ പറ്റും. ബട്ട് ഓണസ്റ്റ്ലി എനിക്ക് ഏറ്റവും വർക്കായത് അതിൻ്റെ ഫസ്റ്റ് ഹാഫാണ്. ഈ പടം കണ്ടപ്പോൾ കുറേ മെമ്മറീസൊക്കെ ട്രിഗർ ചെയ്തു. നമ്മൾ പണ്ട് ലോക്കൽ തിയേറ്ററിലൊക്കെ പോയിരുന്നത്, റൂമിൽ മൂവി പോസ്റ്റേഴ്സ് ഒട്ടിക്കുന്നത്, VHS കാസറ്റ് റെൻറ്റിന് കിട്ടുന്ന ഷോപ്പ്, പഴയ TV, ഈ TVയുടെ അടുത്ത് വെച്ചേക്കുന്ന പഴയ V-ഗാർഡിൻ്റെ സ്റ്റെബിലൈസർ, ഓർക്കുട്ട് മാറി ഫേസ്ബുക്ക് ആവുന്നത്, VHS മാറി CD ആവുന്നത്, തിയേറ്ററിൽ DTS വരുന്നത്. ഇൻഡസ്ട്രി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പീരീഡാണ് അത് കാണിച്ചേക്കുന്നത്. അതെല്ലാം നല്ല ഡീറ്റെയിലിംഗിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറേ മൂവി റെഫറൻസുകളുണ്ട്. പണ്ടത്തെ ദ മമ്മി, ദ സിക്സ്ത് സെൻസ്, മനോജ് നൈറ്റ് ശ്യാമളൻ, സ്പീൽബർഗ്, ടൊറന്റീനോ, പിന്നെ പഴയ മലയാള പടങ്ങൾ, ആകാശഗംഗ. സിനിമാ ലവേഴ്സിനൊക്കെ അങ്ങനത്തെ കുറച്ച് ഈസ്റ്റർ എഗ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയൊരു ഈസ്റ്റർ എഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊരു ബാഹുബലി റീക്രിയേഷൻ ഉണ്ട്. അതായത് ഒരു സ്റ്റേജിൻ്റെ അകത്ത് നെസ്ലിന് സെക്കൻഡ് പ്രൈസ് കിട്ടുമ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആളേക്കാൾ കൂടുതൽ കൈയടി കിട്ടുന്നൊരു സീനുണ്ട്. ആ മഹിഷ്മതി സാമ്രാജ്യം എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് ചെറുതായിട്ടൊന്ന് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സട്ടിലായിട്ടത് മനസ്സിലാവുള്ളൂ. അത് നല്ലൊരു റെഫറൻസ് ആയിരുന്നു. പിന്നെ അതിൻ്റെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് സംസാരിക്കാം. ഇതിലെ സിനിമാറ്റോഗ്രഫി നന്നായിരുന്നു, എഡിറ്റിങ് നന്നായിരുന്നു, എസ്പെഷ്യലി ഓൺ സ്ക്രീൻ ഗ്രാഫിക്സ്, ടെക്സ്റ്റുകൾ, ആനിമേഷൻസ്, VFX ഭയങ്കര സട്ടിൽ സാധനങ്ങളാണ്. പക്ഷേ ഇതൊക്കെ വർക്കായിട്ടുണ്ട്, എല്ലാം എൻഗേജിങ് ആയിട്ട് തോന്നി. ഇതിലൊരു ഓർബിറ്റ് ഷോട്ടൊക്കെ ഉണ്ട്, അത് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്തു. പക്ഷേ സെക്കൻഡ് ടൈം ഓർബിറ്റ് ഷോട്ട് വന്നപ്പോൾ കുറച്ച് അൺനെസസറി ആയിട്ട് തോന്നി. കുറച്ച് ലെങ്ത്ത് കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. പിന്നെ മ്യൂസിക്കിനെ കുറിച്ച് പറഞ്ഞാൽ ജെയ്ക്സ് ബിജോയ് ഡെലിവേർഡ്, റിഫ്രഷിംഗ് ആയിരുന്നു. ചില റാപ്പ് പോർഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ അത്യാവശ്യം വർക്കായിട്ടുണ്ട്.
ഓവറോൾ സ്കോർ നന്നായിരുന്നു. നെസ്ലിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. പുള്ളിയുടെ ഗ്രാഫ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആക്ടറായി വളരുന്നത് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലെ കുറച്ച് പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാം. എനിക്ക് കുറച്ച് താഴേക്ക് പോയെന്ന് തോന്നിയത് സെക്കൻഡ് ഹാഫാണ്. കാരണം അതിന് ഓൾമോസ്റ്റ് ഒരു 3 മണിക്കൂർ റൺ ടൈം ഉണ്ട്. കുറച്ച് ലെങ്തി ആയിട്ട് ഫീൽ ചെയ്തു. കുറച്ച് ലാഗ് ഉണ്ട്. ചില പോർഷൻസ് റിപ്പീറ്റേറ്റീവ് ആയിട്ട് തോന്നി. ചില സ്ഥലത്തൊരു ലോജിക്കൽ പ്രശ്നങ്ങൾ തോന്നി. ഓവറോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് കുറച്ച് കൂടിയോണ്ടായിരിക്കാം ഈ ഒരു കുറവുകളൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ എനിക്ക് തോന്നിയേക്കുന്ന ചില മരണങ്ങളും കുറച്ച് ഫോഴ്സ്ഫുള്ളി റിപ്പീറ്റഡ് ആയിട്ട് തോന്നി. അതായത് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സിൽ നടക്കുന്ന മരണങ്ങളൊക്കെ ഇൻറ്റൻഷനലായിരുന്നു. അത് പുള്ളി നടത്തുന്നതായിരുന്നു. അത് ആ കഥയ്ക്ക് ആവശ്യമുള്ളതായിരുന്നു. പക്ഷെ ഇതിലൊരു 2-3 മരണങ്ങൾ ഭയങ്കര ഫോഴ്സ്ഫുള്ളി ആയിട്ട് തോന്നി. എന്നിട്ട് നൈസായിട്ട് അത് യൂണിവേഴ്സിൻ്റെ തലയിലിട്ട് സ്റ്റോറിക്ക് വേണ്ടി വളരെ കൺവീനിയൻ്റ് ആയിട്ട് അവരെ കൊന്ന പോലെ തോന്നി. കാരണം ഡാർക്ക് ഹ്യൂമറിൽ ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ കൈയടി കിട്ടും. എനിക്ക് തോന്നിയൊരു കാര്യം പറയാം. ആ ബുക്കിലെ ലാസ്റ്റ് പേജിൽ ആ ഒരു മെസ്സേജ് എന്താ ആരും കാണാഞ്ഞെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി. എന്തുകൊണ്ടത് പ്രിൻറ്റിങ്ങിൻ്റെ എഡിറ്റർ കണ്ടില്ല, എന്തുകൊണ്ട് അത് പ്രിൻറ്റിങ്ങുകാർ കണ്ടില്ല, അല്ലെങ്കിൽ 10 കോപ്പി കിട്ടിയ ആൾക്കാരുണ്ടാവുമല്ലോ, അതിൽ കുറേ പേര് തിരിച്ചു തന്നു. പക്ഷെ എന്നാലും അവരെന്തുകൊണ്ട് അത് കണ്ടില്ല? അവൻ്റെ വൈഫ് പണ്ട് വായിച്ചിട്ടുണ്ടായിരുന്നു, അവൾ എന്തുകൊണ്ട് അത് കണ്ടില്ല? അതൊക്കെ എനിക്ക് ഒരു ലോജിക്കൽ പ്രശ്നമായിട്ട് തോന്നി. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ഞാൻ അധികം ലോജിക്ക് നോക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് മെയ്യഴകൻ ഫിലിം കണ്ടപ്പോൾ ഞാൻ ഈ ലോജിക്കൊക്കെ തപ്പി കുറേ ആലോചിച്ചാണ്. എന്തുകൊണ്ട് പുള്ളിയുടെ പേര് ആ കല്യാണം നടക്കുന്ന കുട്ടിയുണ്ട്, ആ കുട്ടിയെടുത്ത് ഫോൺ വിളിച്ച് ചോദിക്കാം. അല്ലെങ്കിൽ ഇവൻ്റെ അങ്കിളുണ്ട്, ആ അങ്കിളുടെ അടുത്തൊന്ന് ഫോൺ വിളിച്ച് ചോദിച്ചറിയാൻ പറ്റും. അതും അല്ലെങ്കിൽ ഏറ്റവും അവസാനം പുള്ളി നാട്ടിലെത്തി കഴിഞ്ഞിട്ടും ആരും വിളിച്ചു നോക്കുന്നില്ല. അതിലെ ലോജിക്ക് നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത്രയും നല്ലൊരു മൂവി നമുക്ക് മിസ്സായി പോകും. അതുകൊണ്ട് ചില സമയത്ത് അധികം ലോജിക്ക് നോക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. പിന്നെ എനിക്കൊരു മിസ്റ്റേക്കായിട്ട് തോന്നിയത് ഒരു ബുക്ക് വായിക്കുന്നൊരു സീനുണ്ട്. അപ്പോൾ ആ ബുക്കിൻ്റെ അകത്തുനിന്നൊരു വാം ലൈറ്റ് വരുന്ന ഒരു സീനുണ്ട്. നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു പഴയ മിസ്റ്ററി ബോക്സൊക്കെ തുറക്കുമ്പോൾ അതിൽ നിന്ന് ഇതേപോലൊരു വാം ലൈറ്റ് വരും. അത് കണ്ടറിയും, ഒരു MC ലൈറ്റ് അതിൻ്റെ അകത്ത് വെച്ചേക്കുന്നതാണ്. പക്ഷെ ആ സീനിൻ്റെ ലാസ്റ്റ് പോർഷനിൽ ആ ലൈറ്റ് നമ്മൾക്ക് കാണാൻ പറ്റും. ഒരു സെക്കൻഡ് മുന്നേ അത് കട്ട് ചെയ്തിരുന്നെങ്കിൽ അത് ഓക്കെ ആയിരുന്നേനെ. പക്ഷേ ഈ എഡിറ്റിലും പ്രീമിയറിലും ഒക്കെ ഇത് കണ്ടിട്ട് ആരും ശ്രദ്ധിച്ചില്ലേന്ന് എനിക്ക് തോന്നി. ഇതും ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. പിന്നെ മുകുന്ദനുണ്ണിയുടെ ക്ലൈമാക്സിൽ ഒരു തെറി വിളിക്കുന്നൊരു സീനുണ്ട്. ഇങ്ങനെ ഊമ്പിത്തിരിഞ്ഞിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് സമാധാനിക്കാമല്ലോ. അത് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് വർക്കായിട്ടൊരു സീനാണ്. ആ സീനിന് അത്യാവശ്യം ബിൽഡപ്പ് ഉണ്ടായിരുന്നു. ആ പടം മൊത്തം കഴിഞ്ഞിട്ട് ആ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ തിയേറ്ററിൽ ഫുള്ള് കൈയടിയും ബഹളമായിരുന്നു. പക്ഷേ ഇവിടെ ഈ സെയിം തെറി തന്നെ ഒരു 4-5 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. അവിടെ വന്നപ്പോൾ എനിക്കത് ഭയങ്കര ഫോഴ്സ്ഫുള്ളിയും അതുപോലെ തന്നെ റിപ്പീറ്റേറ്റീവായിട്ട് തോന്നി. പണ്ടത്തെ പടത്തിൽ അത് വർക്കായതുകൊണ്ട് ഈ പടത്തിൽ എല്ലാ പ്രാവശ്യം അത് വർക്കാവണമെന്നില്ല. പക്ഷേ അത് പുള്ളിയുടെ ഇഷ്ടമാണ് അത് എത്ര പ്രാവശ്യം യൂസ് ചെയ്യാന്നുള്ളത്. പിന്നെ 1-2 ക്യാമിയോസ് ഉണ്ട്, അതും എനിക്ക് വർക്കായിട്ടില്ല. കുറച്ചും കൂടി നന്നാക്കായിരുന്നു എന്ന് തോന്നി. പിന്നെ കുറച്ച് സോഷ്യൽ കമൻട്രി ഉണ്ട്. മൂവി കാസ്റ്റ് ബേസ്ഡ് ഫേവറിറ്റിസത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, സൊസൈറ്റിയിലും ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ. പക്ഷേ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറിൻ്റെ സ്റ്റോറി ആർക്ക് എനിക്ക് അത്രയ്ക്ക് കൺവിൻസിങ് ആയിട്ടില്ല. ഭയങ്കര ലൂസായിട്ട് ഇതേപോലെ ഉണ്ടായിരുന്നു. മൂവി എക്സ്പ്ലോർ ചെയ്ത ഐഡിയാസൊക്കെ നല്ലതാണ്, പക്ഷേ എക്സിക്യൂഷൻ കുറച്ചും കൂടി സ്ട്രോങ് ആവായിരുന്നു എന്ന് തോന്നി. സോ ദ ഫൈനൽ വേർഡിക്റ്റ് ഈസ്, ഓവറോൾ എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ്. ഡയറക്ഷൻ, സറ്റയർ, നൊസ്റ്റാൾജിയ, നെസ്ലിൻ, ടെക്നിക്കൽ സൈഡ്, അതെല്ലാം വർക്ക് ചെയ്തു. സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി ടൈറ്റ് ആയിരുന്നെങ്കിൽ ഈ പടം വേറെ ലെവലിലെത്തിയേനെ. ഇഫ് മുകുന്ദനുണ്ണി വാസ് 9 out of 10, മോളിവുഡ് ടൈംസ് ഈസ് 7.5 out of 10. ഡെഫിനറ്റ്ലി വർത്ത് വാച്ചിങ്. എസ്പെഷ്യലി നിങ്ങളൊരു സിനിമാ പ്രേമിയാണെങ്കിൽ ഈ സിനിമേനെ കുറിച്ചുള്ള സിനിമ ഡെയിലി കിട്ടുന്ന ഒരു സാധനമല്ല. യു ഷുഡ് വാച്ച് ഇറ്റ്. See you in the next review.